ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിന്നക്കോരയിലേക്കുള്ള യാത്ര തുടക്കം മുതൽ അവസാനം വരെയുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കിന്നക്കോര ഗ്രാമത്തിലെത്തുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരാളെ പരിചയപ്പെടാം കേട്ടോ. കെ ബോസ് എന്നാണ് ഇയാളുടെ പേര് എന്നാണ് ഇയാൾ നമ്മളോട് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇയാൾ നമ്മുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബസ് കാണുമ്പോൾ നിങ്ങൾ കരുതുന്നത് നമ്മൾ ബസ് യാത്രയാണ് ഇന്നും എന്ന്. അതല്ല, നമ്മൾ കാറിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 5-6 പേരുണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ 3:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും കിന്നക്കോര എന്ന് പറയുന്ന യാത്ര, കിന്നക്കോരയിലേക്കുള്ള ആ ഗ്രാമത്തിലേക്കുള്ള യാത്ര അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് വരുന്നവർ നിർബന്ധമായിട്ടും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കിന്നക്കോര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് നമുക്ക് പ്രത്യേകിച്ച് കാണാനുള്ള, യാത്രയിലുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് ആസ്വദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. എന്തായാലും നമ്മൾ തുടക്കം മുതൽ നമ്മുടെ കിന്നക്കോര എത്തുന്നവരെയുള്ള എല്ലാ വ്യൂസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഊട്ടിയിൽ നിന്ന് 60 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഊട്ടിയിൽ നിന്നും നമുക്ക് 60 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലെത്താം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കിന്നക്കോര എന്ന ഗ്രാമത്തിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ നമുക്ക് കാണാനില്ല. പക്ഷെ അങ്ങോട്ടേക്കുള്ള യാത്ര അടാറ് വൈബാണ് കേട്ടോ. ഒരു അടിപൊളി യാത്രയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു കിടിലം പ്ലേസ് ആണിത്. ഫാമിലി ആയിട്ട് പോകാം, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകാവുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ബസ് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. 1-2 ബസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കുന്ദ താലൂക്കിലെ ഒരു ഗ്രാമമാണ് കേട്ടോ ഈ കിന്നക്കോര എന്നറിയപ്പെടുന്നത്. കിന്നക്കോര അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ അടിച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പഴയ കാലത്തൊക്കെ ഇവിടെ കാപ്പി കൃഷിയായിരുന്നു അത്ര ചെയ്തിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് തേയില കൃഷിയാണ്. പിന്നെ നമ്മൾ ഇവിടെ കിന്നക്കോര പോകുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ആൾതാമസം കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. ആ ഗ്രാമത്തിൽ പോകുമ്പോൾ കുറച്ച് വീടുകൾ മാത്രം നമുക്ക് കാണാം. ഒരു 1-2 കടകളും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളിപ്പം ബൈക്കിനല്ലാത്തതുകൊണ്ട് വീഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം താണ്ടിയിട്ടുണ്ട് കേട്ടോ. അതുവരെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്തായാലും ഇനി കുറച്ച് സമയം നിങ്ങൾ ഈ യാത്ര ഒന്ന് ആസ്വദിക്കട്ടെ. ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.
അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കിന്നക്കോരയിൽ എത്തും തോറും നമ്മൾക്ക് ഊട്ടിയിൽ നിന്ന് നമ്മൾ കിന്നക്കോരയിലേക്ക് പുറപ്പെട്ട് നമ്മൾ ഈ കിന്നക്കോര എത്തും തോറും നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക കേട്ടോ. അങ്ങോട്ട് എത്തും തോറും നമുക്ക് തണുപ്പിന്റെ ആഘാതം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സീസണിലൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 5-8 മാസം മുമ്പ് ഇവിടെ ബൈക്കിനാണ് വന്നിരുന്നത്. അന്നൊക്കെ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ മാർച്ച് മാസത്തിലാണ്. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നല്ല വെയിലടിക്കുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങോട്ട് നമുക്ക് അടിക്കുന്ന കാറ്റിനൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഊട്ടിയൊക്കെ തണുപ്പാണ്. പക്ഷേ കിന്നക്കോര വരുമ്പോൾ ആ തണുപ്പ് ഒന്നുകൂടെ ഇരട്ടിക്കും, അത്രമാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്തോറും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കും. അങ്ങനെ ഇപ്പൊ നമ്മുടെ യാത്ര ഏകദേശം ഒരു 40% ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 1.5 മണിക്കൂർ, ഒരു 2 മണിക്കൂറോളം ഇങ്ങോട്ടേക്ക് യാത്രയുണ്ട് ഊട്ടിയിൽ നിന്ന്. അപ്പോ നമുക്ക് അവിടെ എത്തിയാൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. അവിടെ 2 ഷോപ്പ് മാത്രമേ എൻ്റെ അറിവിൽ, ഞാൻ ഇപ്പോൾ 2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ 2-3 ചെറിയ ചെറിയ കടകൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് വെക്കുക, അതൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് ചായ, അങ്ങനത്തെ ചെറുകടികൾ, അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കിന്നക്കോര എത്തുന്തോറും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനായിട്ട് പറ്റാം. അപ്പോൾ ഫുള്ള് പച്ചപ്പായിരിക്കും കേട്ടോ. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും ഇതായിരിക്കുന്നത്. പക്ഷേ എന്തായാലും മഴക്കാലത്ത് അല്ലെങ്കിൽ കുറച്ചൊക്കെ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് പച്ചപ്പായിരിക്കും. ഇതുപോലത്തെ നല്ല രസകരമായിട്ടുള്ള കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാനായിട്ട് പറ്റും.
ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളിപ്പം പകുതിയോളം യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇപ്പം നമ്മൾ പോകുന്തോറും നമ്മുടെ കാണാനുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ടുള്ള എത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഇവിടെ എത്തുന്തോറും നമുക്ക് ഇനി എന്താ പറയാ വാഹനങ്ങളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും. വല്ലപ്പോഴും ഓരോ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. അതുപോലെ പിന്നെ ഇവിടെ വീടുകൾ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പ്രയാസമാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്കൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലത്തെ ഫുൾ കാപ്പിത്തോട്ടങ്ങൾ അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ യാത്ര. അപ്പോൾ നമ്മൾ എന്തായാലും ഊട്ടിയിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് എന്താ പറയാ വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കിന്നക്കോര എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. അപ്പൊ ഊട്ടിയിൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് അടിപൊളി ആയിട്ട് നമുക്ക് കണ്ട് മനോഹരമായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ട്രാവലിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കിടിലം പ്ലേസ് തന്നെയാണ് ഇത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് നമ്മള് പുത്തനത്താണി എന്നാണ് പുറപ്പെട്ടത്. കോട്ടക്കൽ പുത്തനത്താണി എന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഏകദേശം 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ നിലമ്പൂര് വഴി നാടുകാണി ചുരം വഴി അങ്ങനെ കൂടല്ലൂര് നാടുകാണി പിന്നെ നമ്മുടെ മസിനഗുഡി വഴി ഊട്ടി അങ്ങനെ കല്ലാട്ടിച്ചുരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊട്ടിയിലെത്തിയത്. പിന്നെയാണ് നമ്മൾ ഊട്ടിയിൽ നിന്ന് കിന്നക്കോര എന്ന സ്ഥലം ചൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കിന്നക്കോര എന്ന സ്ഥലത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഊട്ടിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ സ്ഥലം ഒന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ യാത്ര അടിപൊളിയായിരുന്നു. പിന്നെ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. ഉച്ച സമയം ആയതുകൊണ്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എന്താ പറയാ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ കാണാട്ടോ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് അവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഇതുണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ അതൊന്നും മിസ് ചെയ്യരുത്. പോകുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്ലേസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വേണം നമുക്ക് വീണ്ടും യാത്ര പോകാനായിട്ട്. ഇതുകൊണ്ട് അതിമനോഹരമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നല്ല കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇതൊക്കെ കണ്ടു വന്ന് ആസ്വദിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ മുമ്പ് വന്ന ആ സമയത്ത് മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ടു കേട്ടോ. കാട്ടുപോത്തിനെ ഇഷ്ടം പോലെ കണ്ടു. ഒരുപാട് കൂട്ടായിട്ട് നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്നൊക്കെ. പക്ഷെ ഇന്നത്തെ യാത്രയിൽ കാട്ടുപോത്ത് കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇവിടെ പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. വലിയ വലിയ കാട്ടുപോത്തുകളൊക്കെ നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം കിന്നക്കോരയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഫീലിംഗ് ആണ് ഇത്. അപ്പൊ എന്താ വെച്ചാൽ വല്ലപ്പോഴും ഓരോ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. ആൾതാമസമൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ വീടുകൾ കാര്യങ്ങളൊന്നും ഇവിടെ റോഡ് സൈഡിലായിട്ട് കാണാനില്ല. ഇനി ഉള്ളേരിയയിലൊക്കെ ഉണ്ടാകുമായിരിക്കാം. എന്നാലും നമ്മൾ കിന്നക്കോര വില്ലേജിൽ എത്തുമ്പോൾ അവിടെ 2-3 വീടുകളൊക്കെ കാണാം, അല്ലെങ്കിൽ 3-4 കടകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് നിഷ്കളങ്കരായിട്ടുള്ള ഗ്രാമീണരൊക്കെ കാണാം കേട്ടോ. പിന്നെ കുറെ കന്നുകാലികൾ, അതൊക്കെയാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ കിന്നക്കോര വില്ലേജിൽ എത്തുമ്പോൾ ആ ഗ്രാമത്തിലെത്തുമ്പോൾ നമുക്ക് കാണാനുള്ളത്. അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ ഇല്ല കേട്ടോ. അത് ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. അപ്പൊ എന്തായാലും നമ്മൾ പോകുമ്പോൾ കിന്നക്കോര എന്ന സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്ര മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. ആ യാത്രയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നമ്മൾ എന്തായാലും അവിടെ പോയി പിന്നെ ഉടനെ തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും നമ്മൾ ടയേർഡ് ആവും കേട്ടോ. അപ്പൊ നമുക്ക് ആ യാത്രയുടെ മാക്സിമം നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇടക്കും തലക്കും കുറച്ച് എന്താ പറയാ, കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കാണാം. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആളുകൾ ഇറങ്ങിയിട്ട് മുഖം കഴുകാനും കൈ കഴുകാനും ഒക്കെ ഇറങ്ങുന്നത് നമുക്ക് കണ്ടു. അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ കാണിക്കാം. അപ്പൊ എന്തായാലും കണ്ടോ, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തു കൂടെയാണ് കേട്ടോ നമ്മളുടെ യാത്ര. അപ്പൊ ഈ യാത്ര പോകുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഫീൽ ചെയ്ത് നമ്മൾ വാൽപ്പാറ, അതുപോലെ ആ വാൽപ്പാറയിലൊക്കെ പോയ ഏകദേശം ചെറിയൊരു ഫീൽ കിട്ടും. അതിനേക്കാളൊക്കെ എത്രയോ മനോഹരമാണ് കേട്ടോ ഇവിടെ. എന്താ വെച്ചാൽ നമ്മുടെ ഈ കാലാവസ്ഥ, തണുപ്പ് കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഏകദേശം കിന്നക്കോരയോട് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിന്നക്കോര എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ യാത്ര. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ എന്നും ബൈക്കിനൊക്കെയാണ് നമ്മൾ പോകുക, അല്ലെങ്കിൽ ബസ് യാത്ര, അല്ലെങ്കിൽ KSRTC യാത്ര, അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ കാറിനാണ് പോയത്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മാക്സിമം യാത്ര ഒക്കെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കിന്നക്കോരക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അടുക്കുന്ന സമയത്തുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. ഒരുപാട് കന്നുകാലികളൊക്കെ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ മേക്കാൻ വിട്ടതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ഇനി ഞാൻ പറഞ്ഞ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയാം, ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. ഇതിപ്പോ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വെള്ളം വളരെ കുറവാണ് കേട്ടോ. അതെല്ലാം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് നല്ല ഫോഴ്സിൽ വെള്ളം ഒലിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. എന്തായാലും ആ സ്ഥലം ഞാൻ ഇനി കാണിക്കാം. അപ്പൊ എന്തായാലും ഈ വാട്ടർഫോൾസ് കണ്ടപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടോ. കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു വെള്ളച്ചാട്ടം, അത്രയേ ഉള്ളൂ. പക്ഷെ മഴക്കാലത്താണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ വരും കേട്ടോ. ഈ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഇവിടെ നല്ല മുഖം കഴുകാനും കൈ കാല് കഴുകാനും ഒക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ യാത്രയിൽ ഇവിടെ ഇറങ്ങി കുറച്ച് മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയതിൻ്റെ ദിവസമാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് കേട്ടോ. എന്തായാലും അടിപൊളി യാത്രയാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്, ഞാൻ വീണ്ടും പറയണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ യാത്ര. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സുകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ കിന്നക്കോരയിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക, ഈ വാട്ടർഫോൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം സഞ്ചരിക്കാനില്ല കേട്ടോ ആ ഗ്രാമത്തിലെത്താനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും ഫുഡ് നേരത്തെ തന്നെ കഴിച്ച് പോകുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പൊ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ, മുമ്പ് പോയപ്പോൾ ഞാൻ മറന്നു പോയതാണ്. മുമ്പത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പൊ മറന്നുപോയത്. എന്താ വെച്ചാൽ അവിടെ ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്ന ഒരു രീതിയിലാണ് പോയത്. എന്തായാലും ഒരു 2:30 ടൈമിലാണ്, ഉച്ചക്ക് 2:30-3 മണിക്കാണ് നമ്മൾ കിന്നക്കോര വില്ലേജിൽ എത്തുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ചോറ്, ഫുഡ് കാര്യങ്ങൾ, ബിരിയാണി അതൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉച്ചക്ക് ചായ കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ. ചായ, ചെറു കടികളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇനി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഫുഡ് കയ്യിൽ സ്റ്റോക്ക് വെക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കഴിച്ചതിന് ശേഷം പോകുക. എന്തായാലും നമുക്ക് 2 മണിക്കൂറോളം ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നതിനനുസരിച്ചിരിക്കും ആ മണിക്കൂറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സമയമൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇതാവും. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ.
ഇവിടെ കുറച്ച് വണ്ടികൾ കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ വന്നാണ്. ഇത് ഇവിടുത്തെ കിണറാണ് കേട്ടോ. ഞാൻ വെറുതെ ചുമ്മാ എടുത്തതാണ്. ഇവിടുത്തെ കിണറാണിത്. ചെറിയ രീതിയിൽ ഉള്ള കിണറാണ്. അത്യാവശ്യം കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ കിന്നക്കോര വില്ലേജ് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രാവിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ.